ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2026 വരവേൽക്കാൻ ഇന്ത്യൻ സിനിമയിൽ വൻ താരനിരയിൽ വൻ ബഡ്ജറ്റ് സിനിമകളാണ് വരാൻ പോകുന്നത്. പല വലിയ സിനിമകളുടെയും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വരുന്നുണ്ട്. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി ഒരുക്കുന്ന സ്പിരിറ്റാണ് ഹൈലൈറ്റ്. ആരാധകർ വളരെ വെയിറ്റിംഗിലാണ് ഈ ചിത്രം പുറത്തിറങ്ങാനായി. രൺബീർ കപൂർ നായകനെ എത്തിയ ഹിറ്റ് ചിത്രമാണ് അനിമൽ. അതിനുശേഷം സന്ദീപ് പ്രഭാസിനെ എങ്ങനെ സ്പിരിറ്റിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ടൈറ്റിൽ ടീസർ പുറത്തു വന്നിരുന്നു. KGFന് ശേഷം യാഷ് നായകനായി എത്തുന്ന ടോക്സിക്കാണ് അടുത്ത ചിത്രം. മലയാളി സംവിധായിക ഗീതു മോഹൻദാസിൻ്റെയാണ് ചിത്രം. അതും 2026 തന്നെയാണ് റിലീസ്. അടുത്ത ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ ചിത്രമാണ് രാമായണം. രൺബീർ കപൂർ നായകനായി എത്തുന്ന ചിത്രത്തിൽ യാഷ്, സായി പല്ലവി, സണ്ണി ഡിയോൾ എന്നീ വലിയ താരനിര തന്നെയുണ്ട്. AR റഹ്മാൻ്റെ സംഗീതവുമുണ്ട്. അടുത്തതായി സലാറിന് ശേഷം ജൂനിയർ NTRഉം പ്രശാന്ത് നീലും ആയുള്ള ചിത്രം 2026 അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തെലുങ്കു സൂപ്പർ താരം അല്ലു അർജുൻ പുഷ്പ 2വിന് ശേഷം ഹിറ്റ് സംവിധായകൻ അറ്റ്ലിയുമായി ഉള്ള ചിത്രവും 2026 എത്തുന്നത്. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചും വലിയ മുതൽമുടക്കിലുമാണ് ചിത്രം വരുന്നത്. അല്ലു അർജുൻ, അറ്റ്ലി എന്നീ ഹിറ്റ് മേക്കർ ദീപിക പദുക്കോൺ എന്നിവർ ഹൈപ്പ് കൂട്ടുന്നു. ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് സംവിധായകനായ SS രാജമൗലിയുടെ ചിത്രം 2026 വരുന്നുണ്ട്. മഹേഷ് ബാബുവിനെ നായകനാക്കി വരുന്ന വാരണാസിയാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ. മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് വില്ലനായി എത്തുന്ന എന്ന പ്രത്യേകതയുമുണ്ട്. ബോളിവുഡിൽ നിന്നും പ്രിയങ്ക ചോപ്രയും ഉണ്ട്. 2026 അങ്ങനെ ഒത്തിരി വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.